ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഉറങ്ങി എണീച്ച് വന്നതാണ് കേട്ടോ. ഉറങ്ങി എണീച്ച് നമുക്ക് നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. നമുക്ക് ചായ വെക്കണം, കുട്ടിക്ക് പാൽ കാച്ചി കൊടുക്കണം, ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ടൈമിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ ഉമ്മയാണ് ഈ മോർണിംഗ് ടൈമിൽ കൂടെ ഉള്ളത്. ഉമ്മ എപ്പോഴും ഉണ്ടാവാറില്ല, ചില സമയങ്ങളിൽ ഈ ടൈമിലൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഉമ്മ എങ്ങനെയും ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ എത്താറുള്ളൂ. ഉമ്മ കടയിലായിരിക്കും, നമുക്കൊരു കുഞ്ഞു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഫറു ഇല്ല കേട്ടോ. ഫറു വീട്ടിലേക്ക് പോയ ടൈമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ വീട്ടിൽ വന്നിരുന്നതാണ്. ഫറു വീട്ടിൽ പോയതാണ്. അപ്പോൾ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ പിന്നെയും പോയി, 2 ദിവസം കഴിഞ്ഞിട്ട് എത്തും. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു ടൈമായിരുന്നു. അതായത് വീട്ടിലിരിക്കാനെന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നതല്ല, വന്നപ്പോൾ ജസ്റ്റ് അങ്ങനെ ഇരുന്നു എന്ന് മാത്രം. അപ്പോൾ 2 ദിവസം കൂടി ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. അങ്ങനെ നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചായ കൂടിയൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ ഉമ്മ കിച്ചണിൽ കയറി ഉമ്മ ടിഫനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ ഉമ്മയും പപ്പാൻ്റെ ഉമ്മയും ഉണ്ട്. അപ്പോൾ അവർക്കാണ് ആദ്യം ദോശ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇളനീരുണ്ടായിരുന്നു, അപ്പോൾ അതിനെ കട്ട് ചെയ്തു. അപ്പോൾ അതിലത്തെ ഇളനീര് കുടിച്ചു. അതിൻ്റെ തേങ്ങയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ടിഫൻ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 ഉമ്മാമ്മമാരും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പപ്പാൻ്റെ ഉമ്മ, ഇത് ഉമ്മാൻ്റെ ഉമ്മയാണ്. പപ്പാൻ്റെ ഉമ്മ മാങ്ങ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ കഴിക്കുന്നതിൻ്റെ റിയാക്ഷൻ എടുത്തതാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഉമ്മ ഞെട്ടിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അപ്പോഴും ഞാൻ വീഡിയോ എടുത്തപ്പോൾ നീ ഒക്കെ വീഡിയോ എടുക്കണം, ഞാൻ ഇനി കഴിക്കുന്നില്ല, മതിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ മിന്നു എണീച്ച് വന്നു. അപ്പോൾ അവൾക്ക് ദോശ കൊടുത്തിട്ടുണ്ട്, അവളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ സ്റ്റാർട്ടിങ് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ മിന്നു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചമ്മലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ക്ലീനിങ് സെക്ഷനാണ്. ടേബിളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മളിപ്പോൾ കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ ഉമ്മ ഇപ്പോൾ ടിഫിനൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഉമ്മ പിന്നെയും പോയിരിക്കുകയാണ് കേട്ടോ കടയിൽ. അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മയും പപ്പാൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. പപ്പാൻ്റെ ഉമ്മ കുറച്ച് അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് തന്നെയാണ് പപ്പാൻ്റെ പെങ്ങളൊക്കെ ഇരിക്കുന്നത്. അമ്മേൻ്റെ വീടൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോയി. ഓക്കെ, നമുക്ക് ക്ലീനിങ് സെക്ഷനിലേക്ക് പോവാം. നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയുണ്ടോ ഗൈസ്? നമ്മുടെ ഇവിടെ മഴയ്ക്കുള്ള ചാൻസ് ഒന്നും ഇല്ല, വെയിൽ തന്നെയാണ്. ചെറിയൊരു മൂഡ് ഓഫ് പോലെ ഉണ്ടാവും, പിന്നെയും അത് വെയിലിൽ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, നമ്മൾ ക്ലീനിങ് സെക്ഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇപ്പോൾ അതാ പാത്രങ്ങളുള്ളത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചോറ് വെക്കണം. കറി കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഉമ്മ വന്നിട്ട് അല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വരും. അങ്ങനെയാണ് ഡെയിലി റൂട്ടീൻ ഇവിടെ ഉള്ളത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുക്കിംഗ് ഡീറ്റെയിൽസ് നമുക്ക് ആ സെക്ഷൻസ് ഒന്നും അധികം അറിയേണ്ട ആവശ്യമില്ല. ഉമ്മ തന്നെ എല്ലാം ചെയ്തോളൂ. നമുക്ക് ചോറും പിന്നെ ബാക്കിയുള്ള പണികളും മാത്രം ചെയ്യേണ്ട പണിയേ ഉള്ളൂ. കുക്കിംഗ് നമ്മൾ ആര് ചെയ്താലും ഉമ്മക്ക് ഇഷ്ടമാവില്ല. ഉമ്മാൻ്റെ കുക്കിങ്ങാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അതാണ്. അപ്പം നമുക്ക് ഉമ്മാൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ഉമ്മ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ എനിക്ക് ആ വീഡിയോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഉമ്മ ചില സമയത്ത് നമ്മൾ ഒന്ന് തിരിയുമ്പോഴത്തേനും ഉമ്മ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മൾ കണ്ടൊന്നും വരില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഉമ്മാൻ്റെ കുക്കിംഗ് വീഡിയോസ് ഓരോന്ന് ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ആ ഒരു ക്ലീനിങ് സെക്ഷൻ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് വരണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആസിമുണ്ട് കേട്ടോ. ആസിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുട്ടികളെയൊന്നും എനിക്കിതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. മിന്നൂസ് മാത്രമേ വന്നുള്ളൂ. അസ്ലുവിനെ പുറത്ത് കളിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ ആസിമിനെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവനൊരു ഭാഗത്ത് നിൽക്കലില്ല. പിന്നെ അവിടെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, അതുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നില്ല. ഇല്ലെങ്കിൽ കൂടുതലും എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. ഇതിലധികം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളും ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹാളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാളൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നൊന്ന് അടിച്ചു വരിക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പപ്പാൻ്റെ ഉമ്മ അപ്പുറത്തേക്ക് പോയി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉമ്മാൻ്റെ ഉമ്മയുണ്ട്, ഉമ്മാൻ്റെ ഉമ്മ ആൾ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആസിമിനെ മാങ്ങ മുറിച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ ഒരു ഡേ ഫുള്ളി വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇക്കാൻ്റെ വീട്ടിലുള്ള ടൈമിൽ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. ഇവിടെ വന്നാൽ തീരെ നടക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ എല്ലാവരും എന്നോട് ക്ഷമിക്കണം.
കാരണം ഞാൻ കുട്ടീൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ പുറത്ത് വന്നതാണ്. അപ്പോൾ നമ്മുടെ കിളികളും കാക്കകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് തുണി അലക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ആ സെക്ഷൻസ് ഉമ്മ ചെയ്തിട്ടുണ്ട്. തുണി അലക്കലും കാര്യങ്ങളും ഉമ്മ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് അതൊന്നും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇല്ല, ആ കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ വീട്ടിലായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.